നമസ്കാരം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 967 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. അത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സുകളിലോ അല്ലെങ്കിൽ മറ്റ് ബന്ധുവീടുകളിലോ മറ്റ് വീടുകളിലോ ആണ് ഈ 967 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് വെറും 16 കുടുംബങ്ങൾ മാത്രമാണ്. ഈ 16 കുടുംബങ്ങളെയും ഈ മാസം 27-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 27-ാം തീയതിക്ക് മുമ്പ് തന്നെ ബാക്കിയുള്ള കുടുംബങ്ങളെയും ഈ പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി മാറ്റി പാർപ്പിക്കുന്നതാണ്. സർക്കാർ പറഞ്ഞ കാര്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നതിനുള്ള ഒരു തെളിവാണിത്. ഇപ്പോൾ ഈ 967 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾക്ക് 300 രൂപ വീതം അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ വാടക ഇനത്തിൽ 6000 രൂപ വീതം ഒരു കുടുംബത്തിന് കൊടുക്കുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്യും. ദുരന്തമുണ്ടായ ജൂലൈ 30-ന് 4 മന്ത്രിമാരടങ്ങുന്ന ഉപസമിതി അവിടെ രൂപീകരിക്കുകയും ഈ 4 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. 10,000 രൂപ വെച്ച് അടിയന്തര സഹായവും മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയുമാണ് ആദ്യം അനുവദിച്ചത്. അത് ആദ്യം തന്നെ കൊടുക്കുകയും ബാക്കിയുള്ള പുനരധിവാസത്തിന്റെ പാക്കേജിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തു വരികയുമാണ്. ഇപ്പോൾ 10,000 രൂപ വെച്ച് ഒരു കുടുംബത്തിന് അധികമായി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു കുടുംബത്തിലെ 2 പേർക്ക് 300 രൂപ വീതവും കൊടുക്കുന്നു. 6000 രൂപ മാസ വാടക ഇനത്തിൽ, അതായത് വീടിന്റെ വാടക ഇനത്തിൽ 6000 രൂപ ഒരു കുടുംബത്തിന് എന്ന നിലയിൽ അതും കൊടുക്കുന്നതാണ്.